കൊച്ചിയിലെ ലഹരി വേട്ടയിൽ ആഡംബര കപ്പലുകളിലെ ക്രൂയിസ് പാർട്ടികളെ കർശന നിരീക്ഷണത്തിലാക്കി എക്സൈസും കസ്റ്റംസും. ക്രൂയിസ് പാർട്ടികളിൽ വൻതോതിൽ ലഹരി എത്തിയിരുന്നതായി സംശയം. വിവരങ്ങൾ ശേഖരിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും. ജിജീഷ് തുടരുന്നുണ്ട്. ജിജീഷ് പറയൂ, കൊച്ചിയിലെ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. രോഹിണി, ഈ അടുത്ത് നടന്നിട്ടുള്ള ലഹരി വേട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് മെത്താഫെറ്റമിൻ അടക്കം കൊക്കൈൻ അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ലഹരി പാർട്ടികൾ. ഈ ലഹരി പാർട്ടിയുടെ ഒരു പ്രത്യേക വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിലെ ഉന്നതരായ ആളുകളിൽ പല ആളുകളും പ്രത്യേകിച്ച് പ്രൊഫഷണലുകൾ അടക്കം ഈ ലഹരി പാർട്ടികളിൽ പങ്കെടുത്തിരുന്നു. അവരിൽ പലരും പിടിയിലായി എന്നതാണ്. ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ അതിൽ പിടിയിലായിട്ടുണ്ട്. വ്യവസായ സംരംഭകരടക്കമുള്ള ആളുകൾ ഇതിൽ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് അത് പോലീസും ഒപ്പം തന്നെ കസ്റ്റംസും എല്ലാം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ എക്സൈസ് വിഭാഗത്തിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ക്രൂയിസ് പാർട്ടികൾ നിരന്തരമായി തുടർച്ചയായി തന്നെ നടന്നിരുന്നു. സാധാരണ നിലയ്ക്ക് ഈ ക്രൂയിസ് പാർട്ടികൾ നടക്കുമ്പോൾ അന്വേഷണ സംഘങ്ങൾക്ക് പെട്ടെന്ന് അവിടെ പരിശോധനകൾ നടത്താൻ കഴിയാറില്ല. സാധാരണ ആളുകൾ ഈ ക്രൂയിസുകളിലേക്ക് കയറി പോകുമ്പോൾ നടത്തുന്ന ഒരു പരിശോധന അതുപോലും പല ഘട്ടങ്ങളിലും വിനോദസഞ്ചാരത്തിൻ്റെ എല്ലാം തന്നെ പേരിൽ തടയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട്. എന്നതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ പരിശോധന അന്വേഷണ സംഘങ്ങൾക്ക് നടത്താൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രൂയിസ് പാർട്ടികളെയാണ് പ്രധാനമായും ലഹരി സംഘങ്ങൾ ഇപ്പോൾ ഈ ലഹരി ഇടപാടുകൾക്കായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി പണം വാങ്ങിക്കൊണ്ട് പല ആളുകളിൽ നിന്ന് ലഹരി എത്തിച്ച് പലപ്പോഴും ഈ എത്തിയിരിക്കുന്ന ലഹരികൾ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ലഹരി എത്തി എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തിയിരിക്കുന്നത്. കാരണം ഇതിലെ മുഖ്യ കണ്ണി കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ക്രൂയിസ് പാർട്ടി ലഹരി പാർട്ടി നടത്താൻ ശ്രമിച്ചിരുന്നു. അന്ന് കസ്റ്റംസ് അത് തടഞ്ഞിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളോ ലഹരി വസ്തുക്കളോ പിടികൂടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അന്വേഷണം അന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേ ആളുകൾ ഈ ക്രൂയിസ് പാർട്ടി നടത്തിയിരുന്ന ക്രൂയിസ് പാർട്ടികളിൽ ലഹരി വിതരണം നടത്തിയിരുന്ന ലഹരി ഉപയോഗം നടത്തിയിരുന്ന ആളുകളായ 8 പേർ ലഹരി പാർട്ടിക്ക് വേണ്ടി നക്ഷത്ര ഹോട്ടലിൽ തമ്പടിക്കുകയും അവിടെ ഒത്തുകൂടുകയും ചെയ്തപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലാകുന്നതും ലഹരി വസ്തുക്കൾ പിടികൂടുകയും ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില ഉന്നതർക്ക് കൂടി ഈ കേസിൽ പങ്കാളിത്തമുണ്ട്. മറ്റ് നിരവധി ആളുകൾ പ്രൊഫഷണലുകളായ ആളുകൾ അടക്കം നിരവധി ആളുകൾ ഇവിടെ വന്നു പോയിരുന്നു. ഈ ലഹരി ഇടപാടുകളുടെ പങ്കാളികളായി മാറിയിട്ടുണ്ട്, ലഹരി ഉപയോഗിക്കുന്നവരായി ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെയാണ് NCB ഈ കേസിനെ ഗൗരവമായി എടുത്തുകൊണ്ട് വിവരങ്ങൾ ശേഖരിച്ച് NCB മുന്നോട്ട് പോവുകയാണ്. ശരി, ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.